ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യം. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. ഇട്ടുകളെ ചാടി എഴുന്നേറ്റു. എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ഈ ഭാഗം ഇതിനൊക്കെ വായിച്ചിട്ടുള്ള ഇതിൽ നിന്ന് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളോ ആരെങ്കിലും? അപ്പോ സ്വതം ഹല്ലേലൂയ. പ്രസംഗിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാണ്. ശ്രദ്ധിക്കണം. യേശു എരിഹോ എന്ന് പറയുന്ന പട്ടണത്തിലെത്തി. എരിഹോ എന്ന പട്ടണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. അമരവിള ചെക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ട്. അമരവിള ചെക്ക് പോസ്റ്റ്, പണ്ട് അമരവിളയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏത് വണ്ടി വന്നാലും തടഞ്ഞു നിർത്തും, ചെക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വിടുള്ളൂ. ടാക്സ് അടയ്ക്കാനില്ല ചോള പലതിനും എന്നതുപോലെ ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നു എരിഹോ. എരിഹോവ് ഒരു ചെക്ക് പോസ്റ്റ് ആണ്. വരുന്നവരും പോകുന്നവരും ഒക്കെ എരിഹോവിൽ ഇറങ്ങണം. അവരവിടെ നികുതി പണം അടച്ച് കരമടച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയുള്ളൂ. അത്രയ്ക്ക് വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു ഇത് എരിഹോ. ഈ എരിഹോവിൽ യേശു എരിഹോവിൽ നിന്ന് പുറപ്പെട്ട് മറ്റൊരു യാത്രയിൽ പോവുകയാണ്. അപ്പോൾ നടന്ന ഒരു പ്രധാന സംഭവമാണ് ഇന്ന് രാവിലെ നാം വായിച്ചു കേട്ടത്. ഭിക്ഷക്കാരെ കണ്ടിട്ടുണ്ടോ? ബെറ്ററെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ പിള്ളേർക്ക് കാണാൻ കഴിയില്ല. കാരണം നമ്മളെക്കാളും നാടൻ ശൈലി പറഞ്ഞ അടിപൊളിയായിട്ടാണ് ഇപ്പോഴത്തെ ഭിക്ഷക്കാരൊക്കെ ചെയ്യുന്നത്. നമ്മളെ ഭിക്ഷക്കാരെ കണ്ടിട്ടുണ്ടോ? ഒരു ഭിക്ഷക്കാരന്റെ കൈകാര്യം വീട്ടിൽ വരാറുണ്ടോ? ഭിക്ഷക്കാരെ അവിടെ വരാറുണ്ടോ? ഭിക്ഷക്കാരെ നിങ്ങളുടെ അല്ലെങ്കിൽ വീടുകളിൽ ഭിക്ഷക്കാർ ഭിക്ഷകർക്ക് വരാറുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? വരും. ഭിക്ഷക്കാർ വരുമ്പോ നിങ്ങളുടെ പേരെന്താണ് നമ്മളെ വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? എന്ത് നമ്മൾ ഒരാളെ കണ്ട ആദ്യം ചോദിക്കില്ലേ പേരെന്താണ്? എന്നിട്ട് ഈ വരുന്ന ഭിക്ഷക്കാരോട് പേര് ചോദിക്കാത്ത അതിന് ഭിക്ഷകാരിക്കാരാണ്. നമ്മുടെ പേരറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും അതുകൊണ്ടാണ് നമ്മൾ പേര് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ ബൈബിളിൽ എഴുതി വെച്ചു, തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ. അവന്റെ ജോലി പറഞ്ഞു, അവന്റെ പേര് പറഞ്ഞു, അതുകൊണ്ട് തീർന്നില്ല, അവന്റെ അപ്പന്റെ പേര് പറഞ്ഞു. ഞാനിങ്ങനെ ഈ ഭാഗം പഠിച്ചു വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് എന്തിന് ഇങ്ങനെ പറഞ്ഞു? ബർത്തിമായുടെ കാര്യം മാത്രം പറഞ്ഞപ്പോഴേ ബർത്തിമായുടെ അപ്പന്റെ പേര് പറയുന്നില്ല. അതിനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ബർത്തിമായി എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്തൊക്കെ എനിക്ക് ചോദിക്കാം. ബർത്തിമായി എന്ന വാക്കിന്റെ അർത്ഥം തിമായിയുടെ മകൻ. എന്താ? തിമായിയുടെ മകൻ. തിമായി എന്ന വാക്കിന്റെ അർത്ഥം പ്രഭു എന്നാണ്. പ്രഭു, റിച്ച് മാൻ, പ്രഭു എന്നാണ് തിമായി എന്ന വാക്കിന്റെ അർത്ഥം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബർത്തിമായി എന്ന് പറഞ്ഞാൽ സൺ ഓഫ് റിച്ച് മാൻ, പ്രഭുകുമാരൻ. വേറെന്താ? പ്രഭുകുമാരൻ. പക്ഷെ ജോലി എന്താ? ഭിക്ഷാടകൻ. പലപ്പോഴും നമ്മുടെ ഈ അവസ്ഥ ഇങ്ങനെ
എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ഭക്തിമായ വഴിയരികിൽ നിന്ന് ഭിക്ഷയാചിക്കുകയാണ്. അവൻ കുരുടനാണ്, അവന് കണ്ണ് കാണാൻ വയ്യ. അഴുക്ക വസ്ത്രങ്ങളുണ്ട്, പിന്നെ ഒരു മുഷിച്ച രീതിയാണ്. അടുത്ത് നല്ല പെർഫ്യൂമിന്റെ മണം ഉണ്ടാവും അല്ലെ? ഒരു പാത്രം കാണും, ചേർച്ചയില്ലാത്ത പലതരം ചെരുപ്പുകൾ കാണും, ഒരു വലിയ പാട്ടക്കെട്ട് കാണും, ഒരു വടി കാണും അല്ലെ? ഇവരോട് ചോദിക്കും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? അവർ ഞാനിരിക്കുന്ന തെരുവിൽ നിന്ന് എനിക്ക് കിട്ടിയതാ ഇതൊക്കെ. യേശു എരിഹോവിലൂടെ പോകുമ്പോ നസ്രയനായ യേശു അവിടെ പോകുന്നതെന്ന് കേട്ടപ്പോ കണ്ടില്ല, കേട്ട് കഴിഞ്ഞപ്പോ ഈ ഭിക്ഷക്കാരൻ ഭിക്ഷ ചോദിക്കുന്നത് നയന ഇപ്പോ ഒരു ഭിക്ഷക്കാരൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ആമിങ്ങോട്ട് ഭിക്ഷക്കാരൻ്റെ കൂടെ പോവുകയാണെങ്കിൽ 80 വയസ്സുള്ള ഭിക്ഷക്കാരിയാണെങ്കിൽ അവരെന്ത് വിളിച്ചു അമ്മ വല്ലതുണ്ടായോ അല്ലേ? 80 വയസ്സുണ്ട്. അപ്പൊ വല്ലതും തരണേന്ന് മാത്രമല്ല സാധാരണ ഭിക്ഷക്കാരൻ ചെയ്യുന്നത്, നിലവിളിക്കുന്നത്. പക്ഷെ യേശുവാണെന്ന് കേട്ടപ്പോൾ ബദ്ധിമായുടെ നിലവിളിക്കൊരു മാറ്റമുണ്ടായി. ആ നിലവിളി എന്താണെന്നറിയോ? യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. ഇന്ന് രാവിലെ ഇന്നലെ വരെ നിലവിളിച്ച നിലവിളിയല്ല, ഇന്നലെ വരെ കരഞ്ഞ കരച്ചിലല്ല. ഇന്ന് രാവിലെ നീ ആരോടാ പ്രാർത്ഥിക്കുന്നതെന്ന ഉറപ്പോടെ, ആരോടാ നിലവിളിക്കുന്നതെന്ന ഉറപ്പോടെ ഉറക്കെ നിലവിളിക്കാൻ തയ്യാറായ ആർക്കു വേണ്ടിയും പ്രവർത്തിക്കാത്ത, ആർക്കു വേണ്ടിയും നീക്കാത്ത ചില സ്ഥാനങ്ങളിൽ നിനക്ക് വേണ്ടി നിന്ന് ഇന്ന് അത്ഭുതം ചെയ്യാത്ത വിശ്വസ്തന കൃത്യമായി നിലവിളിക്കുകയാണ്. ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണം. യേശുവിനെ കൂടെ പറയുമ്പോഴേക്ക് നടക്കുന്നുണ്ടല്ലോ, അവരോട് ചില മിണ്ടാതിരിക്കണം, ഇവിടെ മിണ്ടാതിരിക്കും. നിന്റെ കരച്ചിൽ കാണാനൊന്നും ഗുരുവിന് നേരമില്ല. നമ്മളൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ചിലപ്പോ മറ്റുള്ളവർ പറഞ്ഞിരിക്കും, ഓ നീ ഒന്നും പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നീ എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിനൊന്നും മറുപടി തരില്ല. ആരെന്തോ പറയട്ടെ, കരച്ചിൽ നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ ആരോടൊക്കെയോ ഈ ദൈവത്തിന്റെ അഭിഷേകങ്ങളിൽ പറയട്ടെ, പ്രാർത്ഥന നിർത്താതെ തുടർമാനം പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറായ ഭർത്തിമായി കരയാൻ തുടങ്ങി. മിണ്ടാതിരിക്കാൻ പലരോട് ശ്വാസിച്ചു. ഭർത്തിമായി പറയാനുണ്ട്, ഇന്ന് ഞാൻ കരഞ്ഞാൽ ഇപ്പൊ പോകുന്നത് ഈ തെരുവിലൂടെ കടന്നു പോകുന്ന, എന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരുവരിന് പകരം എന്റെ കൂടെ ഉണ്ട്, എന്റെ അടുത്തുണ്ട്. അവന്റെ മുമ്പിൽ ഞാൻ കരഞ്ഞ ഇനി ഒരിക്കലും ഞാൻ എന്ത് ചെയ്യേണ്ടി വരില്ല, കരയേണ്ടി വരില്ല. അതേസമയം ഇവന്മാരുടെ വാക്ക് കേട്ട് ഞാൻ കരയാതിരുന്ന ആയുസ്സിൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് തോന്നില്ല. ഇത് മനസ്സിലാക്കിയ ഭർത്തിമായി മറ്റാരും ശ്രദ്ധിക്കാതെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഈ രാവിലെ കേൾക്കുന്ന സാഹചര്യങ്ങളെ നോക്കരുത്, ചുറ്റുപാടുകളെ നോക്കരുത്. നമുക്ക് സ്തോത്രം പറയാനും പാടാനും അനുകൂലമായ സാഹചര്യം അല്ലേലും ചുറ്റുപാടുകളൊക്കെ പ്രതികൂലമാണേലും നമ്മുടെ ഏറ്റവും അരികിലൂടെ കടന്നു പോകുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോ കൊച്ചു ഇങ്ങനെയൊന്നും പറയാറുണ്ടോ?
ഇല്ല. ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യം. പക്ഷെ ഭക്തിമായി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ന സ്ഥിതി എന്ത് ചെയ്യും? മാറും. സ്ഥിതി മാറും. ഈ ഞായറാഴ്ച പകലിൽ, ഈ മാസത്തിന്റെ അവസാന ഞായറാഴ്ച, കർത്താവനുവദിച്ച വരുന്ന ഞായറാഴ്ച ഒരു പുതിയ മാസത്തിലേക്കാണ് നടക്കുന്നത്. 7 മാസം സ്ഥിതി മാറുന്ന ഒരു മാസമാകട്ടെ. 7 മാസത്തിന്റെ സ്ഥിതി മാറുന്ന ഒരു മാസമാകട്ടെ. സമയം കിട്ടുമ്പോഴൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ചിലര് പറയുന്നത് പക്ഷെ കരഞ്ഞ് 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 കണ്ണീര് കണ്ണീര് കണ്ണീർ കെട്ടി പറ്റിയ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിച്ചു. ആശ്വാസമില്ല. മെഡിക്കൽ സയൻസ് പറയുന്നു കണ്ണീർ കെട്ടിയും ഉമിനീർ കെട്ടിയും പറ്റിപ്പോയാൽ ആ മനുഷ്യനെ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ കഴിയുമ്പോൾ ഉമിനീർ കെട്ടിയില്ല, ശരിക്കും പ്രവർത്തിക്കില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നാവ് നനയ്ക്കാനും തൊണ്ട നനയ്ക്കാനും ഡോക്ടർമാർ പറയാൻ കാരണം ഇത് പറ്റിപ്പോയാൽ അധിക നേരം വേണ്ടിയില്ല, സർവൈവ് ചെയ്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൈവകൃപയാൽ ആരുടെയും കണ്ണീർ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ തന്നെ തീരുമാനിച്ചു എനിക്കിനി കരയാൻ വയ്യ. അവൻ ഞാൻ ചെയ്യും, എന്റെ കണ്ണീർ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അല്ലല്ല, ദൈവസന്നിധിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയാൻ ഇടയ്ക്ക് എനിക്കറിയും. ഇന്ന് നിലവും കരഞ്ഞു, നിലവിനും കിട്ടി, അതുകൊണ്ട് നിലവും കരഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് കരയും. ഈ ഇതുപോലത്തെ ദൈവസന്നിധി കരയാമോ? കരയുമെന്നല്ല, കരഞ്ഞെന്നാണോ? ഓക്കെ, അപ്പോ ഒന്ന് ഉറക്കെ ദൈവസന്നിധി കരയാമോ? അങ്ങനെ കരയാം. ശ്രദ്ധിച്ചു കേൾക്കണം. മിണ്ടാതിരിക്കാൻ പലരും കരയുന്ന ഭക്തിമായി വീണ്ടും ഉറക്കെ നിലവിളിച്ചു. അവിടെ പറയുന്ന വാക്യം അപ്പോൾ യേശു നിന്നു. ഈ 12:15 സമയം, 12:20 സമയം തികഞ്ഞ ആത്മാർത്ഥതയോടെ ഞാൻ പറയട്ടെ, നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി ആരും നിന്നില്ലെങ്കിലും നിന്റെ നാഥൻ നിനക്ക് വേണ്ടി നിൽക്കും. നാഥൻ നിനക്ക് വേണ്ടി നിൽക്കും. നിന്റെ വീടിനകത്ത് എത്ര തകർന്ന അവസ്ഥയാണ്, നിന്റെ കുടുംബം എത്ര ശോചനീയമായ സ്ഥിതിയാണ്, നിന്റെ പ്രാർത്ഥനാവസ്ഥയിൽ മറുപടി കിട്ടില്ലെന്ന് നിന്നിട്ട് പറയാ അവനെ എനിക്കും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് ഒരുപാട് ടാക്സ് പിരിക്കാൻ വേണ്ടി ആൾക്കാർ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് ഭിക്ഷക്കാർ എപ്പോഴും നിരന്നിരിക്കും. ഞാനാണ് ഭക്തിമായി എന്നിരിക്കട്ടെ. സഹോദരന്മാരെ പറയുന്നത് നിങ്ങൾക്കാർക്കും വിഷമം തോന്നുന്നത് സഹോദരിമാരെ, ഞങ്ങളൊക്കെ ഭിക്ഷക്കാരാണെന്നിരിക്കട്ടെ. ഇത് കഴിഞ്ഞാൽ ഭിക്ഷക്കാരാണെന്ന് വിളിച്ചു കളയും. ഞങ്ങൾ ഇങ്ങനെ ഭിക്ഷക്കാരാണെന്നിരിക്കട്ടെ, ഞങ്ങൾ 4 പേര് ഇങ്ങനെ നിരന്നിരിക്കുക. ആ കൂട്ടത്തിലാണ് യേശു എന്നെ വിളിക്കുന്നത്. ഭക്തിമായെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനായിരുന്നു ഭക്തിമായുടെ സ്ഥാനത്തേക്ക് പറഞ്ഞത്. അതെ, നസ്രയനായ യേശു എന്നൊരാള് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനൊന്ന് അതുവരെ പോകെ വിടുതൽ പ്രാപിച്ചാൽ ഞാൻ ആ വഴിയായിട്ട് പോകും. ഇല്ലെങ്കിൽ ഈ സ്ഥലം ആർക്കും, ഞാനാണെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഭക്തിമായി ചെയ്ത കാര്യം അറിയോ, യേശു വിളിക്കുന്നത് കേട്ടപ്പോ നേരത്തെ പറഞ്ഞ പത്രവും വടിയും താൻ ആ തെരുവിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം അവിടെ ഇട്ട് കളഞ്ഞ് ഒരു കാര്യം മനസ്സിലായി, എന്നെ വിളിക്കുന്നവൻ എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കഴിവുള്ളവൻ. ഈ രാവിലെ തിരിച്ചറിയണം, നിന്റെ പേര് വിളിച്ചത്
അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കൃത്യമായി പറഞ്ഞിരിക്കും, കാഴ്ച പ്രാപിച്ചു. അടുത്ത സെക്കൻഡിൽ കൃത്യമായി കാഴ്ച പ്രാപിച്ചു. രാവിലെ ഒക്കെ നിലവിളിക്കാമോ? നിനക്ക് വേണ്ടി സ്വർഗ്ഗം നിൽക്കുന്നു. രാവിലെയോട് പറയാൻ കർത്താവിനെ ഏൽപ്പിച്ച വചനമാണ്, നിലവിളിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗം നിൽക്കും. ഈ ആഴ്ച ദൈവസന്നിധിയിലൊന്ന് ഉറക്കെ കരയാവോ? നിനക്ക് വേണ്ടി സ്വർഗ്ഗം നിൽക്കും. നിന്റെ ശാരീരിക, മാനസിക, ആത്മീയ, സാമ്പത്തിക സ്വർഗ്ഗം നിൽക്കും. കർത്താവ് നിങ്ങളുടെ സ്ഥിതി മാറും. കർത്തൃകരങ്ങളിലേക്ക് എത്തിക്കാം. എല്ലാ കടലും ദൈവസ്ഥിതി നടക്കും. വ്യക്തിമായിട്ട് വേണ്ടി നിന്നവൻ, വ്യക്തിമായി പേര് വിളിച്ചവൻ, പ്രഭുകുമാരൻ എന്ന് പേരുള്ളവനെ അവന്റെ പേര് പോലെ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയവൻ ഈ രാവിലെ നമ്മുടെ സ്ഥിതികൾക്ക് എല്ലാ കടലും ദൈവസ്ഥിതി നടക്കും. ഒരുമിച്ച് നമുക്ക് ദൈവസ്ഥിതി ഒരുമിച്ച് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരും എന്നോടെ ഭക്തിമായി നിലവിളിച്ചതുപോലെ ഈ രാവിലെ ഉറക്കെ കരയാം. യേശുവേ, എന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് ഉറക്കെ സമ്മതിക്കാം. എത്ര പേർക്ക് മനസ്സോട് അവർക്ക് വേണ്ടി കർത്താവിന് വീടിച്ച് ദൈവം വിശ്വസ്തനല്ലോ ഈ രാവിലെ ഈ സമയം നമുക്ക് വേണ്ടി നിന്ന് നമ്മെ വിടുവിക്കേണ്ടത്, നമ്മോട് സംസാരിക്കേണ്ടതിന്, നമ്മുടെ സ്ഥിതികൾക്ക് ഭേദം വരുത്തേണ്ടത്. ചില നിമിഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായ സമയങ്ങൾ പ്രിയമുള്ളവരെ, നമുക്ക് കരയണമെങ്കിൽ കരയാം, നിലവിളിച്ച് കരയണമെങ്കിൽ അങ്ങനെ കരയാം. ഇതിനകത്ത് ആരും കാഴ്ചക്കാരായിരിക്കരുത്. നിങ്ങളുടെ സ്ഥിതി അറിയുന്നവർ ഈ രാവിലെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. ഈ മധ്യാഹ്നത്തോട് അടുക്കുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അരികിൽ അവൻ നിൽക്കുകയാണ്. നിങ്ങളെ വിട്ടുപോകുന്നതിന് മുന്നമേ ദാവീദ് എന്നോട് കരുണയുണ്ടാകണമേ വ്യക്തിമായി വിളിച്ചതുപോലെ. അപ്പാ, ഈ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തോട് പറയാൻ അവിടെ തന്ന വചനം ഇന്ന് പകരടിയിൽ പറഞ്ഞപ്പോ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുന്ന വചനമാകയാൽ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി അവർക്ക് അത്ഭുതം വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശാരീരിക, മാനസിക, ആത്മീക, സാമ്പത്തിക മണ്ഡലങ്ങളിൽ അവിടെ നിന്നൊരു അത്ഭുതം ചെയ്യണോ അപ്പ. അവരുടെ ഞെരുക്കങ്ങൾ, ഇല്ലായ്മകൾ, മനസ്സിന്റെ ഭാരങ്ങൾ എല്ലാവരും പോകട്ടെ. ദൈവിക സമാധാനം ഈ ജനത്തെ നാമം ചൊല്ലിയാലും കൃപ കൂടെ ഇരിക്കണം.
യേശുവിൻ നാമത്തിൽ തന്നെ. ഒരുമിച്ച് സഹായിക്കുന്നത് ഈ ആഴ്ച നമ്മുടെ ഭവനപ്രാർത്ഥന ആരംഭിക്കുകയാണ്. വ്യാഴാഴ്ച ദിവസം ശ്വാസം വരുന്ന വ്യാഴാഴ്ച ശ്രദ്ധിച്ചു കേൾക്കണം. വരുന്ന വൈകിട്ട് ശ്വാസോപരിയുടെ ഭവനത്തിൽ വെച്ച് നമ്മുടെ ഭവന പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് ശ്വാസോപരിയുടെ ഭവനത്തിൽ പ്രാർത്ഥന, വെള്ളിയാഴ്ച പകലുള്ള പ്രാർത്ഥന. ഇങ്ങനെയായിരിക്കും ഈ ആഴ്ചയിൽ നമ്മുടെ യോഗം. മറ്റേതൊക്കെ വീടുകളിൽ പ്രാർത്ഥന വ്യാഴാഴ്ച കർത്താവിനെ വെച്ചാൽ മൂന്നാമത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഈ മാസം തീരാണ്. ജൂലൈ മാസം മൂന്നാമത്തെ ആഴ്ച നമ്മൾ 3 ദിവസം ദൈവസന്നിധിയിൽ സഭയായി ഉപവസിക്കും. അത് ഇവിടെ വേണോ വീടുകളിൽ വേണോ പിന്നീട് ആലോചിക്കാം. ഏതായാലും ജൂലൈ മാസം നമ്മൾ 3 ദിവസം ദൈവസന്നിധിയിൽ സഭയായി മാറി ഉപവസിക്കും. സന്തോഷമാണല്ലോ. പ്രാർത്ഥനയൊന്നും ഇല്ലാതെ മുൻപോട്ട് പോക്ക് അസാധ്യമാണ്. വേറെ എന്തുണ്ടെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ കാര്യം നടക്കില്ല. വേറെ ഏതുണ്ടെങ്കിലും ഉപവസിച്ചില്ലെങ്കിൽ കാര്യം നടക്കില്ല. അതുകൊണ്ട് ഉപവസിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ആരും മടി കാണിക്കരുത്. ഒരു നേരമെങ്കിലും ഉപവസിക്കണം. ഒരു നേരമെങ്കിലും ഉപവസിക്കാൻ തയ്യാറാണ്. രാവിലെ ഒരു നേരം ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു നേരമെങ്കിലും എന്ത് ചെയ്യണം? അങ്ങനെ ആയ വിശാല വിശാലികളെ തൊടാൻ കഴിയില്ല. പരീക്ഷകൻ അടുത്ത് വരും, പക്ഷെ പരീക്ഷകൻ നിങ്ങളുടെ മുമ്പിൽ തോറ്റുപോകും. സഹായിക്കട്ടെ. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ലൈറ്റുകളില്ല. ഒരുമിച്ച് നല്ല കത്താതെ വ്യാഴാഴ്ച നടക്കുന്ന ഭവന പ്രാർത്ഥനയ്ക്കായ സ്തോത്രം. എല്ലാ പ്രിയമുള്ളവരെയും കൊണ്ടുവരുവാൻ വെള്ളിയാഴ്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായ സ്തോത്രം. കത്താതെ ചൊവ്വാഴ്ച മുതൽ ഈ ദേശത്ത് എളിയവർ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അങ്ങയുടെ കരം ഞങ്ങൾക്ക് അനുകൂലമാണ്. ഭവനങ്ങളുടെ വാതിലുകൾ, ജീവിതങ്ങളുടെ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. അതിലെ എതിരുകൾ വഴിമാറിക്കൊള്ളട്ടെ. ഈ പകൽ കർത്തൃസന്നിധിയിലായി ഒരിക്കൽ കൂടെ നാമത്തിന്റെ അനുഗ്രഹിച്ചിരിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവിക സമാധാനം നമ്മോട് സകല വിഷയങ്ങളോടുകൂടെ കർത്താവ് രണ്ടാമത്തെ വരവരയിലേക്ക് വളരട്ടെ. യേശു സ്തുതിക്കാം. സഹായിക്കട്ടെ. സമാധാനത്തോടെ കടന്നു പോകണം. ദൈവമായ